നമ്മുടെ തീം എന്ന് പറയുന്നത് തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഓരോ അതലങ്കത്ത് അവസരം അത്രയും നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്ത് കാലികമായ ഒരു തീമിലേക്ക് നമ്മെ ചിന്തയ്ക്കായിട്ട് കൊണ്ടുവരുമ്പോൾ ടുഗദർ ഫോർ ദ കിങ്ഡം ബിൽഡിംഗ് യൂണിറ്റി ഇൻ എ ഡിവേഴ്സ് ചർച്ച്, ബിൽഡിംഗ് യൂണിറ്റി ഇൻ എ ഡിവേഴ്സ് ചർച്ച്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ സമ്മതിക്കുന്നുണ്ട് ഡിവേഴ്സിറ്റി ഉണ്ടെന്ന്. ഹൗ ഡു യു പ്രൊനൗൺസ് ഡിവേഴ്സ്? നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അമേരിക്കയിലാണെങ്കിൽ യൂണിറ്റി ഇൻ, ഹൗ ഡു യു പ്രൊനൗൺസ്? ഡിവേഴ്സ് ഓർ ഡൈവേഴ്സിറ്റി? ഡൈവേഴ്സിറ്റി. അപ്പം ഞാൻ ഇന്നലെ എൻ്റെ ഒരു സഹോദരൻ്റെ കൂടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഞാൻ നാക്കോക്കിന് പോകുന്നുണ്ട്. അപ്പം പുള്ളി എന്നെ തിരുത്താൻ വേണ്ടി 2-3 വട്ടം പറഞ്ഞു നേക്കോക്ക്. അവസാനം ഞാൻ ചോദിച്ചു വാട്ട് ഈസ് റൈറ്റ്, നാക്കോക്ക് ഓർ നേക്കോക്ക്, വിച്ച് ഈസ് റൈറ്റ്? ഹൗ ഡു യു പ്രൊനൗൺസ്? നേക്കോക്ക്. നേക്കോക്ക്. ഏതായാലും അപ്പം തന്നെ നമ്മൾ എല്ലാത്തിൻ്റെ അകത്ത് എന്തുണ്ട്? ഡിവേഴ്സിറ്റി. വി ആസ് ഇന്ത്യൻസ് ദോസ് ഹു more or less preaching, നമ്മൾ മലയാളം പറയുന്നവർ അങ്ങനെ പറയും ഇങ്ങനെ പറയും. അപ്പോൾ എല്ലാത്തിനകത്തും സത്യത്തിൽ നമ്മൾ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്, എല്ലാത്തടത്തും എന്തുണ്ട്? ഡിവേഴ്സിറ്റി ഉണ്ട്. നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി. അങ്ങനെ ഒരു നമ്മളൊരു ഇന്ത്യൻ കോണ്ടസ്റ്റ് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നൊരു മാറ്ററാണ് എങ്ങനെ യൂണിറ്റി നിലനിർത്താവുന്നത്. ആസ് എ നേഷൻ we are thinking about and we are talking about. There are lot of seminars going on how to keep our diversity. അതിനുവേണ്ടിയുള്ള വലിയ, കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ചിത്രം തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഭാഷയുടെ വൈവിധ്യങ്ങൾ ഇത്രയുള്ളൊരു രാജ്യം, ഭാഷയുടെ വൈവിധ്യങ്ങൾ, മതങ്ങൾ, എത്ര മതങ്ങളുണ്ട്, എന്തായാലും പ്രബലപ്പെട്ട മതങ്ങളും മതങ്ങളില്ലാത്തവരും ഗോത്രമതങ്ങളും എല്ലാം കൂടിയ ഒരു രാജ്യം ഒറ്റ കാര്യത്തിലാണ് ഒന്നിച്ചു പോകുന്നത്. അവർക്ക് ഒറ്റ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അതൊരു മതേതര രാജ്യമായിരുന്നത് ഇന്നൊരു ഒരു മതരാഷ്ട്രമായിട്ട് മാറുകയാണ്. അവിടുത്തെ യൂണിറ്റി മാറുകയാണ്. ആ പൈതൃകമായ ലഭിച്ച ഡൈവേഴ്സിറ്റികളെ അല്ലെങ്കിൽ അതിൻ്റെ നാനാത്വങ്ങളെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ ധ്രുവീകരണങ്ങളും അപകടങ്ങളും ഇന്ത്യൻ ചർച്ച് നേരിടുന്ന ഒരു കാലികമായ ലോകത്താണ് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് അവിടെ രാഷ്ട്രം എങ്ങനെ യൂണിറ്റി പോകാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സഭ എങ്ങനെ യൂണിറ്റി പോകാമെന്നുള്ളത്. അപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന സബ്ജക്റ്റിനകത്ത് കൾച്ചർ, ട്രഡീഷൻ ആൻഡ് സ്പിരിറ്റ് ലെഡ് യൂണിറ്റിയാണ്. ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാനും കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്നാമത്തെ ഭാഗം കൾച്ചറാണ്. അപ്പം നമുക്ക് ഏതായാലും സമ്മതിച്ചേ ഒക്കത്തുള്ളൂ, നാനാത്വത്തിൽ എന്തുണ്ട്, വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നമുക്ക് യൂണിറ്റി ഉണ്ടാക്കാം? യൂണിറ്റി ഉണ്ടാക്കാനുള്ള ഇന്ത്യ എങ്ങനെ ഒന്നാകിരിക്കുക? ഇന്ത്യക്ക് ഒന്നാകാനുള്ള കുറേ മാധ്യമങ്ങളുണ്ട്. ഒന്ന് ദേശീയ പതാകയാണ്, 2 ദേശീയ ഗാനമാണ്. 28 സംസ്ഥാനങ്ങൾ എവിടെ ചെന്നാലും അവർ പാടും ജനഗണ. അപ്പം ദേശീയഗാനം നമ്മളെ ഒന്നിപ്പിക്കുന്നുണ്ട്, ദേശീയ പതാക നമ്മളെ ഒന്നിപ്പിക്കുന്നുണ്ട്. അപ്പം തന്നെ എല്ലാവർക്കും ഒന്നാകാൻ വേണ്ടി ഗാന്ധിജി കൊണ്ടുവന്ന ആശയമാണ് ഒരു ദേശീയ ഭാഷ വേണ്ടെന്ന്. ഹിന്ദി അമാര രാഷ്ട്രഭാഷ. നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമുക്ക് എന്തൊക്കെയോ ഒരു ഇഷ്ടമുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും അറിയാവുന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയും തോട. അപ്പം യു ഓൾസോ നോ തോട റേ. അപ്പം ഇതെല്ലാം എന്തൊക്കെയോ നമ്മളെ ഒന്നിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചർച്ചിനെ ഒന്നിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? ക്രിസ്തുവാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ കൾച്ചർ വ്യത്യസ്തങ്ങളുണ്ട്, കൾച്ചർ, ട്രഡീഷൻ. അപ്പോൾ അവിടെ സ്പിരിറ്റ് ലെഡ് യൂണിറ്റി, അതിനെപ്പറ്റിയാണല്ലോ നമ്മൾ ചിന്തിക്കുക. ഇവിടെ ഒത്തിരി ദൈവശാസ്ത്രജ്ഞരിപ്പുണ്ട്. പ്രശസ്തമായൊരു ബുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്കവരും പഠിച്ചതാണ്, തിയോളജിയിൽ ക്രൈസ്റ്റ് ആൻഡ് കൾച്ചർ. റിച്ചാർഡ് നൈബറിൻ്റെ ക്രൈസ്റ്റ് ആൻഡ് കൾച്ചറിൽ പല മാധ്യമങ്ങൾ പല രീതികളെപ്പറ്റി പറയുന്നുണ്ട്, സംസ്കാരങ്ങളെപ്പറ്റി. ഒന്നാമത് പറയുന്നത് ക്രൈസ്റ്റ് അഗനസ്റ്റ് കൾച്ചർ എന്നുള്ളതാണ്, സംസ്കാരത്തിനെതിരായ ക്രിസ്തു, ക്രൈസ്റ്റ് അഗനസ്റ്റ് കൾച്ചർ. രണ്ടാമത്തെ ക്രൈസ്റ്റ് ഓഫ് കൾച്ചറാണ്. പഠിച്ചവരും സ്കൂളിൽ ബിഡിക്കൊക്കെ പഠിച്ചതൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. മൂന്നാമത്തേത് ക്രൈസ്റ്റ് അബവ് കൾച്ചറാണ്. നാലാമത്തേത് ക്രൈസ്റ്റ് ആൻഡ് കൾച്ചർ ഇൻ പാരഡോക്സ്. അഞ്ചാമത്തേത് ക്രൈസ്റ്റ് ദ ട്രാൻസ്ഫോമർ ഓഫ് കൾച്ചർ.
സംസ്കാരത്തെ രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തു. അപ്പോൾ ഒന്ന് ക്രൈസ്റ്റ് അഗൈൻസ്റ്റ് കൾച്ചറാണ്. കൾച്ചർ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ചർച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആദ്യകാല സന്യാസിമാരുണ്ട്, അവർ മരുഭൂമിയിലേക്കൊക്കെ പോയി ജീവിച്ചു, ടോട്ടലി അങ്ങ് സെപ്പറേറ്റഡായി. അവർ എന്തിനെതിരായിട്ട് പോകുമായിരുന്നു? കൾച്ചറിനെതിരായിട്ടൊരു പോവുകയാണ്. ഒരു പക്ഷേ പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റ് ഒരു പരിധി വരെ കൾച്ചറിന് എതിരായിട്ട് അങ്ങ് പോയി. അപ്പം പിന്നെ ഒരു ചിന്ത വന്നു, സെപ്പറേഷൻ എന്ന് പറയുന്നത് ഐസൊലേഷൻ ആണോ എന്നുള്ളത്. അതർ സെപ്പറേഷൻ ഈസ് ഐസൊലേഷൻ ഓർ നോട്ട്, അതൊരു പിന്നാണ് ആ ടോക്കൊക്കെ വന്നു. അപ്പോൾ നമ്മൾ മാറിപ്പോയ ഒരു സമൂഹമാണ്. അതിൻ്റെ ഒരു മൂവ്മെൻറ്റായിട്ടൊക്കെയാണ് ഈ മൊണാസ്റ്റിക് മൂവ്മെൻറ്റ്സൊക്കെ ഉണ്ടാകുക. കാരണം അവർ ക്രൈസ്റ്റ് അഗൈൻസ്റ്റ് കൾച്ചറിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് കുറേ ഗുണങ്ങളുമുണ്ട്, പരിമിതിയുണ്ട്. മാറിപ്പോയവരൊക്കെ അവരുടെ സ്വന്തം വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ തന്നെ അവരുടെ സമൂഹമായിട്ടുള്ള ബന്ധങ്ങൾ കുറഞ്ഞ ഇടയായിത്തീർന്നു. ആ ഒരു ദുരന്തം നമുക്കുമുണ്ട്. നമ്മൾക്ക് ഒത്തിരി പേർക്കും ഈ ഐസൊലേഷൻ്റെ സെപ്പറേഷൻ്റെ പേര് നമുക്ക് നഷ്ടപ്പെട്ടത് പലപ്പോഴും ബന്ധങ്ങളും സമൂഹവുമായിട്ടുള്ള പ്രതിബദ്ധതയാണ്. കുറച്ച് പേർക്കെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ എപ്പോഴും ഒരു സ്വയവിമർശനമാണല്ലോ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ ആസ് ലീഡേഴ്സ് വെൻ വി ഗാദർ ടുഗദർ. നമുക്കൊരു സെൽഫ് ക്രിറ്റിസിസവും സ്വയവിമർശനത്തിനും ചിന്തിക്കാനും ഒക്കെയുള്ളൊരു അവസരത്തിന് വേണ്ടി കൂടിയാണല്ലോ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുക. അപ്പോൾ ആ ഒരു രീതി അഡോപ്റ്റബിളാണ് സർട്ടൻ എക്സ്റ്റെൻറ്റ്. പക്ഷേ കുറച്ച് അപകടമുള്ളത് കൾച്ചറിൽ നമ്മൾ മാറുമ്പോൾ സമൂഹത്തിൽ നിന്ന് മാറിപ്പോകും. എന്നാൽ മറ്റൊന്നുണ്ട്, ക്രൈസ്റ്റ് ഓഫ് കൾച്ചറുണ്ട്. ക്രിസ്തുവിനും സംസ്കാരത്തെയും പരസ്പരം യോജിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നൊരു കാര്യം. അതിനൊരു ഉദാഹരണമാണ് പ്രാദേശികമായ സംഗീതങ്ങളും കലകളും ഭാഷകളും ഒക്കെ ഉപയോഗിക്കുന്നൊരു കാര്യം. അടുത്ത കാലത്ത് ചെല്ലെങ്കിലൊക്കെ ഇപ്പോൾ ഈ മീഡിയാസൊക്കെ ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക ഒരു കാര്യമുണ്ട്. ഒരു കാന്ത എന്ന് പറഞ്ഞ, എനിക്കത് ഇഷ്ടമായിട്ട് തോന്നി. അത് യോജിക്കുകയൊക്കെ വ്യക്തിപരമാണല്ലോ. എന്നാലും കാന്ത എന്ന് പറഞ്ഞ ഒരു ടീം, അവർ പരദേവന ഹോ എന്ന് പറഞ്ഞൊരു പാട്ട് ഭയങ്കരമായിട്ട് റീമിക്സ് ചെയ്ത് പാടി. അത് അടിച്ച് പൊളിച്ച് പിള്ളേർ മുഴുവൻ പാടി. ഒരു ന്യൂജൻ പിള്ളേർ മുഴുവൻ വന്നത് പാടി. അവർക്കൊരു സന്തോഷമായിരുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അമ്പലത്തിൽ ഇരുന്നുകൊണ്ട് തബല വായിച്ച ആൾക്കാർ അമ്പലത്തിൽ ആ പാട്ട് പാടി. അമ്പലത്തിൽ ആ പാട്ട് പാടിയപ്പോൾ അത് പാടാൻ ഒക്കോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള വലിയ വിഷയങ്ങളുണ്ടായി. ഹിന്ദു ഐക്യവേദി, പ്രത്യേകിച്ച് ഈ ശശികല ടീച്ചറെ പോലെയൊക്കെ ഉള്ളവർ അതിനെ എതിർത്തു. എന്നാലും ആ എതിർത്ത ശശികല ടീച്ചറെ പലരും പൊങ്കാലയിടുകയായിരുന്നു. കാരണം പാട്ട് എവിടെ പാടിയാൽ എന്താണ് എന്നുള്ളൊരു വിഷയം. അപ്പോൾ അവർ ഉപയോഗിച്ചത് ആ മാധ്യമത്തെ ഉപയോഗിക്കുകയാണ്. ഒരു പ്രാദേശികമായ സംസ്കാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ആ പാട്ട് പാടാൻ ശ്രമിച്ചപ്പോൾ അതിന് മറ്റുള്ള സമൂഹത്തിൽ നിന്നും അംഗീകാരം കിട്ടി. അപ്പോൾ ഇവിടെ എപ്പോഴും ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് വരും. ക്രിസ്മസ് നമുക്കറിയാം, പരസ്യത്തിനും പ്രശ്നമൊക്കെ നമുക്ക് പ്രതിസന്ധികളൊക്കെ നേരിടുന്ന ലോകത്ത് ഇപ്പോൾ അനുകൂലമായൊരു സതിയുണ്ട്. ഏറ്റവും രാത്രിയിലും പോയി സുവിശേഷം പറയാൻ ഒക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് എന്ന് പറയും. ഞാൻ ക്രിസ്മസിന് പാട്ട് പാടി കരോള് നടത്തി പോയി സുവിശേഷം പറഞ്ഞപ്പം ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു അപ്പച്ചൻ എന്നെ ശപിച്ച് കളഞ്ഞു. എന്നെ ശപിച്ച് മെസ്സേജ് ഇട്ടു. വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഐ വാസ് കേഴ്സ്ഡ്. കാരണം എവിടെയോ ഒന്ന് മാറി ചിന്തിച്ചപ്പോൾ. അപ്പോൾ അത് എന്തോരം ആകാമെന്നുള്ളതൊക്കെ നമ്മൾ ഇൻവെർട്ടർ കേട്ടിടുക. അപ്പോൾ ഏതായാലും ക്രൈസ്തവർ ഉപയോഗിക്കുന്ന കലാരൂപങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ തന്നെ ക്രൈസ്റ്റ് അബവ് കൾച്ചറുണ്ട്. സംസ്കാരത്തിന് മീതെയുള്ള ക്രിസ്തു. പ്രത്യേകിച്ച് ശാസ്ത്രം, വിദ്യാഭ്യാസം, രാഷ്ട്രീയ ഇവ നല്ലതാണെങ്കിലും ഒക്കെ നമ്മൾ നിർമ്മിക്കുന്ന കോളേജുകളും ആശുപത്രികളും ഹോസ്പിറ്റൽസൊക്കെ ക്രൈസ്തവ മൂല്യങ്ങളിൽ പെടുമ്പോൾ അവർ ആ ഒരു സോക്കോൾഡ് കൾച്ചറിനെ മേളിൽ ഒരു ക്രിസ്ത്യൻ കൾച്ചറിലേക്ക് അതിനെ ഇമ്പാക്റ്റ് ചെയ്യുകയാണ്. അതാണ് ക്രൈസ്റ്റ് അബവ് കൾച്ചർ എന്ന് പറയുക. ഇനി ക്രൈസ്റ്റ് ആൻഡ് കൾച്ചർ ഇൻ പാരഡോക്സ് ഉണ്ട്. വൈരുദ്ധ്യങ്ങളുടെ വിരോധാഭാസത്തിലെ ക്രിസ്തു സംസ്കാരവുമാണ്. ക്രിസ്ത്യാനിയായ ഒരു ജഡ്ജിക്ക് ചിലപ്പം ശിക്ഷ പറയേണ്ടി വരുമ്പോൾ കൊലപാതകത്തിനോ തൂക്കിക്കൊല്ലാനോ ശിക്ഷ വരുമ്പോൾ, അല്ലെങ്കിൽ ദീപദുരന്തം വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ താൻ സ്ട്രഗിൾ ചെയ്യും. ഒന്ന്, ക്ഷമയുടെ ലോകമാണ്. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാനൊക്കത്തില്ല, ക്ഷമിക്കാനൊക്കത്തില്ല. അപ്പോൾ അത് വലിയൊരു പാരഡോക്സാണ്. രണ്ട്, രാഷ്ട്രീയമൊക്കെ വരുന്നവർ, ക്രിസ്ത്യാനികൾ രാഷ്ട്രീയക്കാരാകുമ്പോൾ അവർക്ക് പാർട്ടി യോഗത്തിൽ പോകേണ്ടി വരും, അപ്പം തന്നെ ഇവിടെ വരേണ്ടി വരും, സഭായോഗത്തിൽ വരേണ്ടി വരും. അപ്പോൾ ഇതൊരു വലിയ സ്ട്രഗിളാണ്. അപ്പോൾ ഈ രണ്ടും പാരഡോക്സായിട്ട് നിൽക്കുന്ന ക്രൈസ്റ്റ് ആൻഡ് കൾച്ചർ ഇൻ പാരഡോക്സ്, അത് ഒരു അപ്രോച്ചായിട്ട് റിച്ചാർഡ് നീമർ പറയുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ, പൊതുവെ പെന്തക്കോസ്റ്റൽ തിയോളജിൻസൊക്കെ
അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് പെൻറ്റക്കോസ്റ്റൽ മൂവ്മെൻറ്റ്സിലുള്ള എല്ലാ ദൈവശാസ്ത്രജ്ഞനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ക്രൈസ്റ്റ് ദ ട്രാൻസ്ഫോമർ ഓഫ് കൾച്ചർ, സംസ്കാരത്തെ രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തു എന്നുള്ളത്. അപ്പോൾ ക്രിസ്തു സാന്നിധ്യം നമ്മുടെ സംസ്കാരത്തിന്, അപ്പോൾ അതിന് ഉദാഹരണമാണ്, ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വില്യം കേറി വന്നതോടുകൂടി സതി എന്നത് മാറി. അതുകൊണ്ട് നമ്മൾ ആ ഒരു സംസ്കാരത്തെ ട്രാൻസ്ഫോം ചെയ്യുമായിരുന്നു അല്ലേ. സതി മാറി, ശൈശവ വിവാഹം മാറി, അധസ്ഥിതികർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് അവർ സംസ്കാരത്തെ രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ക്രിസ്തുവിലൂടെ അതിൻ്റെ പരിമിതികളുണ്ട്, ഒരു ദിവസം കൊണ്ടല്ല അത് മാറുക. എന്നാൽ അതിൻ്റെ ശക്തി സമൂഹത്തിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒന്നാണ് ദൈവം ക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രൈസ്റ്റ് ദ ട്രാൻസ്ഫോമർ ഓഫ് കൾച്ചർ എന്നുള്ളത്. പക്ഷേ ചെറിയ നിലയിലൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു കൾച്ചർ, നമ്മളെവിടെ നിന്നാലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ക്രിസ്തു സാന്നിധ്യമുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വരുമ്പോൾ ഐസൊലേറ്റായി പോയിട്ട് കാര്യമില്ല, നമ്മളെവിടെ നിന്നാലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കും. ചെറിയ ഒരു സന്തോഷം ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ഈ ക്രിസ്ത്യൻ കൾച്ചർ എന്നൊക്കെ പറയുന്നത് സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുക. സൈമൺ പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്, ഞങ്ങളുടെ നാട്ടുകാരനാണ്, എല്ലാം ഒരു നാട്ടുകാരാണ്. പാസ്റ്റർ വീടൊരു വെച്ചുച്ചിറയുടെ ഒരു മലയുടെ മകളിലാണ് സൈമൺ പാസ്റ്ററുടെ. അപ്പോൾ ഞാനൊരു ദിവസം രാത്രിയിൽ അവിടെ പോയിരുന്നപ്പോൾ രാത്രിയായി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നിങ്ങളവിടെ ആണെങ്കിലും പോകുമ്പോൾ സന്ധിക്ക് പോകണം, അവിടെ ഒരു 8-10 വീടുകളുണ്ട്, അവിടെ ഒരു കൾച്ചറുണ്ട്. 7 മണിക്ക് ഒരു വീട്ടിൽ പ്രാർത്ഥന തുടങ്ങും, അവർ പാട്ട് പാടി 7:15 ആകുമ്പം തീർക്കും. 7:15 ആകുമ്പോൾ അടുത്ത വീട്ടിലെ പാട്ട് തുടങ്ങും, അടുത്ത വീട്ടിൽ 7:30 തുടങ്ങും, അടുത്ത അങ്ങനല്ലേ, അടുത്ത വീട്ടിൽ 8:45, 15 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റത്തില്ല. അങ്ങനെ ഒരു 10 വീട്ടിൽ ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന സൈമൺ പാസ്റ്റർ അവിടെയാണ്. അവർ 10 മണിയാകുമ്പം പാട്ട് പാടി അവസാനിക്കും. അപ്പോൾ അതൊരു കൾച്ചറാണ്, ആ ഗ്രാമത്തിൻ്റെ ഒരു കൾച്ചറാണ്. അതൊരു ക്രിസ്ത്യൻ കൾച്ചർ ട്രാൻസ്ഫോം ചെയ്തതാണ്. 7 മണി മുതൽ തുടങ്ങുന്ന സന്ധ്യാപ്രാർത്ഥന 10 മണി വരെ വീടുകളിൽ മാറി അത് അൺറിട്ടൺ ലോ പോലെ ഉണ്ടാക്കിയൊരു കൾച്ചറാണ്, പെട്ടെന്നൊന്നും മാറാനൊക്കാത്തൊരു കൾച്ചറാണ്. അപ്പം അത് സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന ഒരു കൾച്ചറാണ്. എൻ്റെ അമ്മ വളരെ പൊക്കം കുറഞ്ഞൊരു സ്ത്രീയായിരുന്നു, 5 അടി ഇല്ല, കഷ്ടിച്ച് 4.25 അടിയൊക്കെ ഉള്ളൊരു സഹോദരി. എന്നാലും എൻ്റെ അമ്മ മരിച്ചു കിടന്നപ്പം ഒരു സഹോദരൻ എഴുന്നേറ്റൊരു സാക്ഷ്യം പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ അമ്മ മരിച്ചു കിടക്കും, വെറും ഒരു ANM നേഴ്സായിരുന്ന 4.25 അടി മാത്രം പൊക്കമുള്ള എൻ്റെ അമ്മ മരിച്ചു കിടന്നപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റൊരു സാക്ഷ്യം പറഞ്ഞു. അവനിന്ന് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സുവിശേഷകനും എല്ലാം കൂടാണ്. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറയുകയാണ്, എൻ്റെ കൊച്ചിലെ എൻ്റെ ഗ്രാമങ്ങളിലെ മിക്കവാറും രാത്രികളെ ഉണർത്തിയിരുന്നത് എക്സൈസുകാരുടെ നീണ്ട വിസിലടിയാണ്. കാരണം ആ ഏരിയ മുഴുവൻ വാറ്റായിരുന്നു, വാറ്റുകാരെയും കൊണ്ട് നിറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ മിക്ക വീടുകളിലും മാറ്റമുണ്ടായിരുന്നു. അപ്പോൾ സന്ധ്യയാകുമ്പം പോലീസ് വരും. അത് എപ്പോഴാണ് വരും? എക്സൈസ് വരുമ്പോൾ നീണ്ട വിസിലടി വരും, ഇവരെല്ലാം ഓടും. അല്ലെങ്കിൽ എക്സൈസ് വരുന്ന കാണുമ്പോൾ ഇവർ സിഗ്നൽ കൊടുക്കും. എക്സൈസുകാരുടെ വിസിലടി കേട്ട ഗ്രാമത്തിൽ ഇന്ന് സന്ധ്യാപ്രാർത്ഥന ഉണ്ടാകാൻ കാര്യം ഈ 4.25 അടി പൊക്കമുള്ള ഒരു സ്ത്രീയുടെ കാലുകളാണെന്ന് പറഞ്ഞപ്പോൾ ക്രൈസ്റ്റ് ക്യാൻ ട്രാൻസ്ഫോം ദ കൾച്ചർ. ക്രിസ്തു സുവിശേഷത്തിന് എന്ത് ചെയ്യാനൊക്കും? സമൂഹത്തെ മാറ്റാനായിട്ടൊക്കും. അപ്പം മാറ്റാൻ നോക്കുന്നു. അപ്പോൾ 5 മോഡലുകളിൽ നമ്മളെന്ത് ചെയ്താൽ തന്നെ ഏറ്റവും ഒടുവിലത്തുള്ളൊരു മോഡലുണ്ട്. കൾച്ചറിനെ മാറ്റാൻ കഴിയുന്ന, രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒന്നുണ്ട്, അത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ്. അത് കർത്താവിന് മാറ്റാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യമാണ് കൾച്ചറിൻ്റെ 2 ട്രഡീഷനാണ്. ട്രഡീഷൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഫുള്ളർ തിയോളജിക്കൽ കോളേജിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. വെലിമറ്റി അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു തിയോളജി പറയുന്ന 2 കാര്യങ്ങളുണ്ട് ട്രഡീഷനെക്കുറിച്ച്. ഒന്ന് ട്രഡീഷനാണ്, ക്യാപിറ്റൽ T. 2 ട്രഡീഷൻസാണ്. ട്രഡീഷൻ ആൻഡ് ട്രഡീഷൻസ് അൺചേഞ്ചിങ് ആണ്. ഈ കാളിചരൺ KC ബാനർജി എന്ന ഇന്ത്യൻ തിയോളജിനും അത് തന്നെ പറയുന്നു. ട്രഡീഷൻ മാറ്റാനൊക്കത്തില്ല, പക്ഷേ ട്രഡീഷൻസ് എന്ത് ചെയ്യാം? മാറ്റാനൊക്കെ. ട്രഡീഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു പൈതൃകമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബിലീവേഴ്സ് എന്ന നിലയിൽ നമ്മൾ ട്രഡീഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാറ്റാനൊക്കുന്ന ട്രഡീഷൻസ് ഉണ്ട്, മാറ്റാനൊക്കാത്ത ട്രഡീഷൻസ് ഉണ്ട്. നമ്മളിന്ന് മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്ന ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസവും തിരുമേശയിലുള്ള വിശ്വാസവും യേശുവിലുള്ള രക്ഷയും കർത്താവിൻ്റെ ആ നിസ്തുലതയും ഒന്നും നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ല. അത് ഏർലി ചർച്ച് ഫാദേഴ്സാണ്. ഇന്നത് ചർച്ച് ഫാദേഴ്സ് എന്നവരെ വിളിക്കാറില്ല, ഏർലി ക്രിസ്ത്യൻ ടീച്ചേഴ്സാണ്. കാരണം പിന്നെ അവിടെ ഫെമിനിസം വന്നു. ഫാദേഴ്സ് എന്ന് വിളിച്ച മദർ വേണ്ടെന്നുള്ളൊരു ചിന്ത കൊണ്ട് ഇന്നവരട്ട് അല്ല, റൈറ്റ്,
അല്ലേ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് ടീച്ചേഴ്സ് എന്നാണ്. എന്നാലും ട്രഡീഷൻ കൈമാറി വരുന്ന ഒന്നാണ്, തലമുറകളിലേക്ക് കൈമാറേണ്ട ഒന്നാണ് എന്ത് ട്രഡീഷൻ എന്ന് പറയും. അത് നമ്മുടെ വിശ്വാസമാണ്, അത് നമ്മുടെ കൈമുതലായി വന്ന ഒന്നാണ്. അത് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ്. ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് മാത്രമല്ല, എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒന്നാണ്. അത് തലമുറയായിട്ട് കൈമാറി വന്ന വലിയൊരു വിശ്വാസമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ക്രിസ്തുവിലുള്ളൊരു രക്ഷയാണ്, നിത്യതയെക്കുറിച്ചുള്ള ദർശനമാണ്. അപ്പോൾ തന്നെ തിരുവത്താഴം, സ്നാനം, ഇതെല്ലാം നമുക്ക് സ്നാനത്തിൻ്റെയൊക്കെ മോഡിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ ഒരു വിശ്വാസം മുഴുവൻ നമുക്ക് ട്രഡീഷനായിട്ട് വന്നതാണ്. തിരുവത്താഴം എന്തുമാത്രം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിലുള്ള ഭക്തി ആണോ കൂടുതൽ, യാക്കോബ കത്തോലിക്കരാണോ കൂടുതൽ ഭക്തിയോടെ തിരുവത്താഴം എടുക്കുക? അവരാണ് അല്ലേ തിരുവത്താഴം എടുക്കുന്നത്, എന്തുമാത്രം ഭക്തിയോടെ എടുക്കുക. എനിക്ക് വളരെ സങ്കടം തോന്നിയൊരു കാര്യമുണ്ട്. ഈ കത്രിമേശയുടെ ഒത്തിരി വലിയൊരു ബ്രെഡൊക്കെ ഒത്തിരി മിച്ചം വന്നപ്പോൾ അതൊരു വലിയ കൺവെൻഷൻ കഴിഞ്ഞ് കാക്ക കൊണ്ടുവന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അത് കണ്ടപ്പോൾ ഒരിക്കലും അതൊരു കത്തോലിക്ക പള്ളി സംഭവിക്കില്ല. എന്നാലും നമ്മൾ ഇത്രമാത്രം തിരുവത്താഴിന് ഗൗരവം കൊടുക്കുന്നത് തലമുറയായി കൈവന്ന എന്താ ഒരു പാരമ്പര്യം. അത് ഈ മക്കളിലേക്ക് കൈമാറും. നമ്മളറിയാതെ തന്നെ അത് അവരെ ഇൻഫ്ലുവൻസ് ആക്കുന്നുണ്ട്, ഈ തിരുവത്താഴത്തിൻ്റെയൊക്കെ പ്രാധാന്യം. അപ്പോൾ ഇവിടെ നമുക്ക് കൈമാറി വന്നത് എന്താ? ട്രഡീഷനാണ് അല്ലേ. ആ ട്രഡീഷൻ കൈമാറി വന്നതാണ്. അത് മോശപ്പെട്ട ഒരു കാര്യമെന്ന് പറയാനൊക്കത്തില്ല. അത് തലമുറ അതുകൊണ്ട് തന്നെ നമ്മൾ BBSനൊക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്, കാൽവറി കുന്നിൽ കൊളുത്തിയ ദീപം, നൂറ്റാണ്ടുകളായി കത്തിയ ദീപം, ഇന്നും നാളെയും കത്തും ദീപം, തലമുറ കൈമാറി അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. അപ്പോൾ ആ ട്രഡീഷനാണ്, അത് കൈമാറുകയാണ്. അപ്പോൾ തന്നെ ട്രഡീഷൻസ് ഉണ്ട്. ട്രഡീഷൻസ് വരുമ്പോഴാണ് മാറ്റാനൊക്കെ ഒക്കുന്നത്. ട്രഡീഷൻ മാറ്റാനൊക്കാത്തതും ട്രഡീഷൻസ് മാറ്റാൻ ഒക്കുന്നതാണ്. ഇത് തന്നെ KC ബാനർ പറയുന്നൊരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും സുവിശേഷവും തൃത്വവിശ്വാസവും രക്ഷ, തിരുവത്താഴത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ, ഇവയൊന്നും നമുക്ക് മാറ്റാനൊക്കത്തില്ല. എന്നാൽ ആരാധന രീതികളിലോ സംഗീതങ്ങളിലോ ഒക്കെ സംസ്കാരപരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ് ട്രഡീഷൻസ് എന്നൊക്കെ പറയും. അതിനെ അദ്ദേഹം വിളിക്കുന്നത് സബ്സ്റ്റൻറ്റീവ് ക്രിസ്ത്യാനിറ്റിയും അഡ്ജക്റ്റീവൽ ക്രിസ്ത്യാനിറ്റി എന്നാണ്. മാറ്റാൻ ഒക്കുന്നതും മാറ്റാൻ ഒക്കാത്തതുമാണ്. അപ്പം പാരമ്പര്യമുണ്ട്, ട്രഡീഷൻ, ക്യാപിറ്റലാണ്, ട്രഡീഷനുണ്ട്, ട്രഡീഷൻസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു വൈവിധ്യങ്ങളുടെ ലോകത്ത് ഇതിനെ എങ്ങനെ ഒന്നിപ്പിക്കാം? ഇപ്പോൾ ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഈ ജനറേഷൻ ഗ്യാപ്പും വലിയൊരു ഗ്യാപ്പാണ്. അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം ചില ഭാഷ ഇപ്പോഴും എനിക്കൊക്കെ ഞാൻ കുറച്ചുകൂടെയൊക്കെ ഇവരെ ശ്രമിക്കാൻ മനസ്സിലാക്കാൻ ഇവിടെ നടക്കുന്നതിൽ ഞാൻ കേരള കോൺടസ്റ്റിലാണ് പറയുന്നത്. ഐ വിൽ ബി ഗോയിങ് ബാക്ക് വിതിൻ 4 weeks. Then my contest will be in Kerala. I'm talking about on the basis of Kerala contest. Sorry. എന്നാലും ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു രാത്രി പോവുകയാണ്. ഞാനിങ്ങനെ എറണാകുളം കഴിഞ്ഞ് നിലമ്പൂർ മലബാറിലോട്ട് മലബാറിന് പോകുമ്പോൾ 1 മണിയായപ്പോൾ എന്നെ ഒരു പയ്യൻ വിളിച്ചു, കരഞ്ഞു. അവൻ കരഞ്ഞോണ്ട് എന്നെ പറയുന്നു, പാർശ്വങ്ങളാണോ? ആണ്, എനിക്കൊന്നും കണ്ടാക്കൊള്ളാം. കരയുകയാണ്. ഞാൻ പറഞ്ഞു, മക്കളെ ഞാനിപ്പം മലബാറിന് പോവാം, ഒരു കാര്യം ചെയ്യും, എൻ്റെ ബൈക്കുണ്ട്, ഞാൻ മലബാറിന് വന്നേക്കാം, അങ്ങളെപ്പം ചെല്ല. ഞാൻ പറഞ്ഞു, ഞാൻ വെളുപ്പിനെ ചെല്ലും, ഞാൻ വന്നേക്കാം. അവൻ ബൈക്കേ വരികയാണ്. പിന്നെ ശരി മോനെ, നീ ബൈക്കേ വരുമോ? വരാങ്ങളെ. അവൻ കട്ട് ചെയ്തപ്പം വണ്ടി ഓടിച്ച എൻ്റെ ന്യൂജൻ പറഞ്ഞു, പേടിക്കണ്ട അച്ചാച്ച. ഞാൻ ചൈന തേപ്പ് കിട്ടിയതാ ആദ്യത്തേതാ, എനിക്ക് മനസ്സിലായില്ല തേപ്പ് എന്താ. പിന്നെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ്, പെണ്ണിട്ടച്ച് തേച്ചിട്ട് പോയതാ, അതാണ് തേപ്പ്. നമുക്ക് മനസ്സിലായില്ല, ജനറേഷൻ ഗ്യാപ്പാ, പാരമ്പര്യങ്ങളാ. അപ്പം ഞാൻ ചോദിച്ചു, തേപ്പോ? കുറേ കിട്ടിയ അച്ഛാ, ഞാനും ആദ്യം കുറേ കരഞ്ഞ, ഇപ്പം ഞാൻ ബോൾഡാണ്. അപ്പം അവനോട് പറഞ്ഞു. അപ്പം ഈ ഗ്യാപ്പിനെ എല്ലാം കൂടെ ബിൽഡ് ചെയ്യാന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് ഈ ഗലേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാവിൻ്റെ ബലങ്ങളാലെ ഇതിനെ ബിൽഡ് ചെയ്യാനൊക്കത്തുള്ളെന്നുള്ളത് കൃത്യമായൊരു സന്ദേശം കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ കൾച്ചറിൻ്റെ വ്യത്യാസം നമ്മളറിയാം, ഇന്ത്യ മുഴുവൻ പോലും ഈ കൾച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട്, യൂണിറ്റി ഇൻ എസെൻഷ്യൽസ്, ഡൈവേഴ്സിറ്റി ഇൻ നോൺ എസെൻഷ്യൽസ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ലവ് ഇൻ ഓൾ തിങ്സ്. എല്ലാ പാരമ്പര്യങ്ങളുടെയും എല്ലാ ട്രഡീഷനെയും കൾച്ചറിനെയും വ്യത്യസ്തമാക്കുന്ന ലോകത്തും നമ്മളെ ഒന്നിപ്പിക്കുന്നത് ആത്മാവിൻ്റെ ഫലമാണ്. കാരണം ഈ ഗലേഷ്യൻസ് എഴുതുമ്പം തന്നെ അതിൻ്റെ ചിന്തകൾ തന്നെ പോകുമ്പോൾ അവിടെ ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു പറയുമ്പോഴും അവിടെ ഒരു കൾച്ചറൽ പ്രോബ്ലവും ചിന്തകളുടെ പ്രശ്നങ്ങളും ഒക്കെയുള്ള ഒരു സമൂഹത്തിനാണ് അപ്പോസ്തലനായ പൗലോസ് യൂണിറ്റിയെ പറ്റിയും ക്രിസ്തുവിലുള്ള ഐക്യതയെപ്പറ്റിയും ആത്മാവിൻ്റെ ബലങ്ങളെപ്പറ്റിയും
ഫലത്തെപ്പറ്റിയും ജഡത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ചിന്തകൾ അവസാനിപ്പിക്കേണ്ടിടത്ത് പറയുന്നത് എങ്ങനെയാണ് ഈ സ്പിരിറ്റ് ലെഡ് യൂണിറ്റി ഉണ്ടാക്കുക. ക്രിസ്തുകേന്ദ്രിതമായ യൂണിറ്റി ഉണ്ടാക്കുമ്പോൾ ഒന്നാമത് ചിന്തിക്കേണ്ടത്, സതീഷ് പാസ്റ്റർ പറഞ്ഞു, നമ്മുടെ മോഡൽ എന്തായിരിക്കണം? ട്രിനിറ്റേറിയൻ മോഡലാണ്. നമ്മുടെ ഏറ്റവും വലിയ മോഡൽ എന്ന് പറയുന്നത് ട്രിനിറ്റിയാണ്. പിതാവും പുത്രനും യൂണിറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഒക്കുന്ന ഒറ്റയാളല്ല, പിതാവിനും പുത്രനും. എനിക്ക് ഭയങ്കര മിസ്റ്ററിയാണ് ഇപ്പോഴും. പിതാവെല്ലാം ആർക്ക് കൊടുത്തു? പുത്രന് കൊടുത്തു. കേരളത്തിലെ ഒരൊറ്റ അപ്പനും മൊത്തം കൊടുത്തിട്ടില്ല. പുള്ളി ഏറ്റവും ഒടുവിൽ എഴുതി വെച്ചു, എപ്പം കൊടുക്കും? കാലശേഷം എഴുതുമ്പോൾ വെറുതെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ബില്ലെഴുതി വെച്ചാലും പെങ്ങന്മാരാരെങ്കിലും അവർക്കെല്ലാം നോട്ടീസ് അയക്കും. ആരെങ്കിലും ഒരു ഒബ്ജക്ഷൻ ഇട്ടാൽ പിന്നെ ഇത് തെളിയിക്കാൻ പോകണം. അഥവാ ഇനി എഴുതി കൊടുത്താലും പുള്ളി പറയും, മേലാദായം ആരുടെ പേരില്ല? എൻ്റെ പേരിൽ. മേലാദായം എന്താ? തെങ്ങിന് നീ വളം ഇട്ടോണം, തേങ്ങ ഞാൻ പറിക്കും. റബ്ബർ നീ നോക്കിക്കോളും, അപ്പോൾ ഒരപ്പനും മൊത്തം ആർക്കും കൊടുക്കത്തില്ല, മോന് കൊടുക്കത്തില്ല. പക്ഷേ എല്ലാം കൊടുത്ത ഒരപ്പൻ്റെ പേരാണ് പിതാവാം ദൈവം. ഇതെല്ലാം സ്വീകരിച്ച പുത്രൻ എന്ത് ചെയ്തു? പുത്രനും പിതാവിൻ എന്ത് ചെയ്തു? കീഴ്പ്പെട്ടിരുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കീഴ്പ്പെട്ടിരുന്നതും ചെറിയൊരു കാര്യമല്ല. നമ്മുടെ നാട് പെരുന്തച്ഛൻ്റെ നാടാണ്. മോൻ മിടുക്കനായപ്പം മേളിൽ നിന്ന് എന്തോ ഇട്ട് ഉളിയിട്ട ഒരു നാടാണ്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പെരുന്തച്ഛൻ കോംപ്ലക്സ്. സാധാരണ സൈക്കോളജിസ്റ്റൊക്കെ വിളിക്കുന്നൊരു വേക്കാണ് പെരുന്തച്ഛൻ കോംപ്ലക്സ്. എന്താ ഈ പെരുന്തച്ഛൻ കോംപ്ലക്സ്? അപ്പനെക്കാട്ടിലും വലുത് മോനായ സഹിക്കാനൊക്കാത്ത ഒരു ലോകത്താണ് ഈ അപ്പൻ എല്ലാം ആർക്ക് കൊടുത്തത്? മോന് കൊടുത്തത്. പക്ഷേ ഈ മോൻ അത് കിട്ടിയിട്ട് ഇതറിയാം, ഗൾഫിലോട്ടൊക്കെ പോയാൽ നമുക്കറിയാം, ഈ നമ്മളിവിടുന്നല്ല, ഈ ലോകാത്ഭുതം എന്ന് പറഞ്ഞ് പോകുന്ന താജ്മഹലിൽ ഒരാളെ പൂട്ടിയിട്ടിരുന്നു. ആരെയാ? ആ മോൻ ആരെ പൂട്ടിയിട്ടുണ്ട്? അപ്പനെ പൂട്ടിയിട്ടുണ്ട്. അപ്പനെ പൂട്ടിയിട്ട് അധികാരം മേടിച്ചത്. ഗൾഫിലെല്ലാം ചെന്നാൽ അറിയാം, ഇപ്പോഴും അവിടുത്തെ രാജാക്കന്മാർ പലരും പിള്ളേരായത് ആരെ പൂട്ടിയിട്ടതാ? അപ്പനെ പൂട്ടി. പക്ഷേ ഈ മോൻ ആർക്ക് കീഴടങ്ങിയിരുന്നു? പിതാവിന് കീഴടങ്ങി. അപ്പോൾ ഈ യൂണിറ്റ് കാണുന്ന ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് ത്രിയേക ദൈവമല്ലേ? പിതാവെല്ലാം ആർക്ക് കൊടുത്തു? പുത്രന് കൊടുത്തു. പക്ഷേ പുത്രൻ വലുതായിട്ടും പുത്രൻ കീഴ്പ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പോകാൻ നേരത്ത് പരിശുദ്ധാത്മാവിനെത്തുന്നു. അപ്പോൾ ആ ട്രിനിറ്റേറിയൻ മോഡൽ, ആ യൂണിറ്റി, ത്രിയേക ദൈവത്തിലുള്ള പങ്കുവയ്ക്കലിൻ്റെയും കീഴ്പ്പെടലിൻ്റെയും ഐക്യതയും ആണ് സ്പിരിറ്റ് ലെഡിൽ നമുക്ക് വരുന്ന ആത്മാവിൻ്റെ ഫലം. അതുകൊണ്ടാണ് പറയുക, ഗലാത്യർക്കെഴുതിൽ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കണമല്ലോ, ഗലാത്യർക്കെഴുതിൽ പറയുന്നു, ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ആത്മാവിൻ്റെ ബലമോ. അപ്പോൾ ഈ ആത്മാവിൻ്റെ ബലത്തിലൂടെ, നമുക്ക് കർത്താവിലാണ്, പരിശുദ്ധാത്മാവാണ് നമ്മളെ ഈ വിഘടിതമായ ലോകത്ത് ഒന്നിപ്പിക്കേണ്ടത്. ആത്മാവിൻ്റെ ബലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയമാണ്. സ്നേഹം മെരിച്ചപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്. സ്നേഹം എന്ന് പറയുന്ന ഒന്ന് ആകണമെങ്കിൽ 5 ഭാഷ വേണമെന്ന് മിക്കവർക്കെല്ലാം അറിയായിരിക്കും. എന്തൊക്കെയാണ്? ടൈം, ടോക്ക്, ടച്ച്, സർവീസ് ആൻഡ് ഗിഫ്റ്റ്. മലയാളത്തിൽ അത് നല്ല 5 സായാണ്. സമയം, ടൈം, ടോക്ക്, സമയം, സംഭാഷണം, സ്പർശനം, സമ്മാനം, സേവനം. സമയമാണ് ഏറ്റവും വലിയൊരു സ്നേഹത്തിൻ്റെ ഭാഷ ഒന്നിപ്പിക്കാനായി. നമ്മൾ ഈ ജനറേഷൻ ഗ്യാപ്പിനൊക്കെ പിള്ളേരെക്കുറിച്ചൊക്കെ ഒന്നിപ്പിക്കാൻ എന്തോ വഴി? അച്ഛൻ പ്രിയ ബിഷപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്താ? അവിടെയുള്ള ഫെലോഷിപ്പ് കിട്ടുന്നത്. ഞാൻ പൗരുഷൻ്റെ ഒരു ആളാണ്. പക്ഷേ എന്നാൽ പോലും ഞാൻ എൻ്റെ ചർച്ചിൽ പറയും, പൗരുഷം കേട്ടോണ്ട് കൂട്ടായ്മ കിട്ടത്തില്ല. കൂട്ടായ്മ കിട്ടണമെങ്കിൽ എവിടെ വരണം? ചർച്ചിൽ വരണം. പിന്നെ ഞാൻ അടക്കണമെങ്കിലും ചർച്ചിൽ വരണം. രണ്ടും വേണേ. അപ്പോൾ കൂട്ടായ്മ കിട്ടുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. എവിടാ? ചർച്ചാണ്. ആ ചർച്ചിൽ അവിടെ നമ്മൾ അനുഭവിക്കുന്ന സ്നേഹമാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം, സ്നേഹം കൊടുക്കാനുള്ള ഒന്നാമത്തെ മാർഗ്ഗം എന്താ? ടൈമാണ്. അത് മറക്കരുത്. ഇവിടെ യൂണിറ്റിയും വ്യത്യസ്തകളെല്ലാം കാണുമ്പോഴും നമ്മൾ ഈ മറ്റു ലോകത്തോട്ടൊക്കെ നോക്കുമ്പം കാണുന്നൊരു കാര്യമുണ്ട്. എന്നെ അത്ഭുതപ്പെടും. കഴിഞ്ഞ ദിവസം ഞാൻ സതീഷ് പാസ്റ്ററും കൂടി ഇരുന്ന് കുറേ നേരം സംസാരിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തൊരു കാര്യമാണ്. നമ്മൾ ഈ കൾച്ചറിനകത്തുള്ള കൾച്ചറും മറ്റ് ചിലയൊക്കെ നോക്കി നമ്മൾ കർത്താവ് പറഞ്ഞ പോലും പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ആകാശത്തിലെ പറവുകളെ നോക്കണം, കാക്കകളെ നോക്കണം എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം കാര്യങ്ങളെ കർത്താവ് നോക്കി പഠിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലില്ലേ. അപ്പം നമ്മളെ യൂണിഫൈ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? ടൈം, സ്നേഹമാണ്. സ്നേഹമുണ്ടോ? സമയമുണ്ട്. ഈ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഈ പിള്ളേരുടെയൊക്കെ ജനറേഷൻ ഗ്യാപ്പൊക്കെ ഭയങ്കര ഗ്യാപ്പാണ്. വാട്ട് ഈസ് ജനറേഷൻ ഗ്യാപ്പ് ചോദിച്ചാൽ സിമ്പിൾ ഇത്രയേ പറഞ്ഞുള്ളൂ. എൻ്റെ കോണ്ടസ്റ്റ് ഞാൻ പറയാം, കൊച്ചു വന്ന് എന്നോട് പറയുന്നു, അല്ലെ അവിടെ അമ്മയോട്, എന്നോട് സാറിന് പറയത്തില്ല, അമ്മയോട് പറയുന്ന, അമ്മ ഞങ്ങൾ ടൂർ പോവാണ്.
അപ്പോൾ അമ്മ എന്താ പറയും? നാട്ടിലെ അമ്മ എന്താ പറയും? എന്ത് സഹായമാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ചോദിക്കുമോ? പിന്നെന്താ പറയും? ഇവിടുന്ന് അല്ലെങ്കിൽ എന്താണ് പിന്നെ സ്ലീപ്പ് ഓവറിന് പോവുക. ഇവിടുന്ന് ആരും എങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. നിൻ്റെ അപ്പൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ കിടന്ന്. അപ്പം കൊച്ചു പറയുന്നൊരു വാക്കുണ്ട്, പിന്നെ ഞാൻ പോവും. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന എപ്പോഴും അമ്മച്ചിയാണ്. അമ്മച്ചി അവിടെ ഉള്ളത് കൊണ്ടാണ് ചെല്ലുന്നത്. അമ്മച്ചിയുടെ അടുക്ക് എന്തിനാണ് ചെല്ലുന്നത്? അമ്മച്ചിക്ക് എന്താ അറിയത്തില്ല? ഭാഷ അറിയത്തില്ല. അവിടെ യൂണിറ്റി ഉണ്ടാകുക. ഞങ്ങളുടെ നാട്ടിൽ അമേരിക്കയിൽ നിന്ന് വന്ന കൊച്ചിന് അവൻ അമ്മച്ചിയെ കാണാൻ വന്നു. അവൻ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ, അമ്മച്ചിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവന് മലയാളം അറിയത്തില്ല. അവസാനം അമ്മച്ചി കാര്യം ആറ്റുമീൻ മേടിച്ച് വറുത്ത് വെട്ടി വെച്ചിട്ട് നടന്ന കാര്യമാണ്. ഞങ്ങളുടെ നാട്ടിലാണ്. അമ്മച്ചി ചോദിച്ചു, മോനെ ആട്മീൻ കൂട്ടുമോ എന്ന് ചോദിച്ചു. ഹീ സെഡ് യെസ്. നിങ്ങൾക്ക് പിടികിട്ടില്ലല്ലേ? ആട്മീൻ കൂട്ടുമോ എന്ന് ചോദിച്ചു. ദർ ഈസ് നോ ജനറേഷൻ ഗ്യാപ്പ്. അവൻ നല്ല സുന്ദരമായിട്ടിരുന്ന ആറ്റ്മീൻ കുട്ടി. അപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകം എന്താ? സ്നേഹമാണ്. എൻ്റെ ഒരു കുഞ്ഞന് അവൻ്റെ അപ്പച്ചനെ കാണാൻ വന്നപ്പം സ്നേഹം മൂത്തിട്ട് പറഞ്ഞാണ്, അപ്പച്ചൻ എൻ്റെ തന്തയുടെ തന്തയാണ് ഇരിക്കുന്നത്. അവനോർത്തത് വലിയൊരു കാര്യമാണ്. ആ ഹീലകൾ പോലെ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെയൊക്കെ കാണുന്നത്. കാരണം ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യാൻ എല്ലായിടത്തും സത്യത്തിൽ ഇന്നും നമ്മുടെ സഭകളൊക്കെ ഇന്ന് നിന്ന് പോകുന്ന എല്ലാ വഴക്കും ഗ്രൂപ്പും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ കുറേ അപ്പച്ചന്മാർ കാണും. അവരുള്ളത് കൊണ്ടാണ് ഇന്നും എന്ത് ഫില്ല് ചെയ്യുന്നത്, ഈ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്യാം. ഭയങ്കര കാര്യമല്ലേ ഇത്? ഈ അമ്മ ഇരിക്കുന്ന പോലെ ഞങ്ങളുടെ ചർച്ച ഒരു അമ്മച്ചിയുണ്ട്, 100 വയസ്സായി, നടക്കാൻ വയ്യ. പക്ഷെ അമ്മച്ചി എങ്ങനെയെങ്കിലുമൊക്കെ നൈറ്റ് ഇട്ട് ഞായറാഴ്ച വന്നിരിക്കും. എന്ത് പിള്ളേരെ അമ്മച്ചിയുടെ അടുത്ത് ഉമ്മയെല്ലാം ചെയ്യുന്നത്. അമ്മച്ചിയെ കണ്ടില്ല, എന്തോ സങ്കടം. ഞാനിപ്പോഴും ഇങ്ങോട്ട് പോന്നപ്പോഴും പോയി കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സ്നേഹം ഫില്ല് ചെയ്യാത്ത ഏത് ഗ്യാപ്പാണ് ഉള്ളത്? എല്ലാ ട്രഡീഷനിലെയും എല്ലാ ഡൈവേഴ്സിറ്റികളെയും എല്ലാത്തിനെയും ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒന്ന് എന്താണ്? സ്നേഹമാണ്. സ്നേഹം വരുമ്പോൾ സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം. സ്നേഹം നമ്മളെ വിനയാന്വിതരാക്കുന്നതാണ്. സത്യത്തിൽ ഇന്ന് ഈ ക്ഷമയുടെയൊക്കെ ലോകമല്ലേ? ഏറ്റവും വലിയ നല്ലൊരു മാർഗമുണ്ട്. അതാണ് ഞാൻ പറയും, ഇനി എവരി കൾച്ചർ ദർ ഇസ് എ ക്രിസ്ത്യൻ കൾച്ചർ, ദർ ഇസ് എ ബിബ്ലിക്കൽ കൾച്ചർ. അതെന്തിൻ്റെ കൾച്ചറാണ്? കൾച്ചർ ഓഫ് ലവ് ആണ്. സ്നേഹത്തിൻ്റെ സംസ്കാരമല്ലേ? സ്നേഹത്തിൻ്റെ നമുക്ക് ശരി, നമ്മൾ ഈ നല്ല പാരമ്പര്യങ്ങളൊക്കെ മുറുകെ പിടിക്കുമ്പോഴും നമ്മൾ മാറ്റേണ്ട, നമുക്കറിയാതെ ഉണ്ടായ വേറെ കുറേ ട്രഡീഷൻസ് ഉണ്ട്. എന്നോട് വിഷയം ഈ പറയുമ്പോൾ ഞാനൊരു പാർഷാണ്, നിങ്ങളൊരു പാർഷേഴ്സാണ് ഇവിടെ ഇരിക്കും. എന്നാലും ഞാൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു സീനിയറായിട്ടുള്ള ഒരാളവിടെ കല്യാണത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പുറത്തൊരാൾ കല്യാണം നടത്തുമ്പം ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ശവടക്കം നടക്കുമ്പോഴും ഓരോരുത്തർ ഇറങ്ങിപ്പോഴും പറയും, അടിയന്തരമായി അപ്പുറത്ത് പോകേണ്ടതുകൊണ്ട് ഞാൻ എന്തോ പോവാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുറകെ ആളെ വിട്ടു. അടിയന്തരമായി വീട്ടിലോട്ടാണ് പോയത്. നമ്മളെന്ത് ട്രഡീഷൻ, നമ്മളെന്ത് കൾച്ചറാണ് ഉണ്ടാക്കുക, നമ്മളെന്ത് കൾച്ചറാണ്, വാട്ട് കൾച്ചർ വി ആർ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, ട്രാൻസ്ഫർ ചെയ്യും. അടിയന്തരമായി ഞാൻ പോവാണ് മറ്റൊരിടത്ത് വീട്ടിലാണ്, ഭാര്യ അമ്മമ്മയോട് ഇരിപ്പുണ്ട്. നമ്മൾ ഈ സ്നേഹത്തിൻ്റെ ഒരിടത്തിരുന്നില്ലെങ്കിൽ, മറ്റൊരാളൊരു ശുശ്രൂഷിക്കുന്നിടത്ത് ഇരിക്കാൻ ഒത്തില്ലെങ്കിൽ, നമ്മൾ അടുത്തിട്ട് കൊടുക്കുന്ന പാരമ്പര്യം എന്താ? അപ്പോൾ ഈ പാരമ്പര്യങ്ങളെല്ലാം ഒന്നിപ്പിക്കുന്ന ഒന്നുണ്ട്, എന്താണ്? ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ സംസ്കാരം. അതുകൊണ്ടാണ് പറയുന്നുണ്ട് സ്നേഹം, ഇതല്ലേ അവിടെ പറയും, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം. ഈ സ്നേഹം, സന്തോഷം. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സന്തോഷമില്ലാത്തൊരു ലോകമാണ്. സഭയെ വരുമ്പോൾ അവർക്ക് എന്തോ കാണണം, സന്തോഷം കാണും. ഞാൻ ഒരിടത്ത് ഈയിടയ്ക്ക് പ്രസംഗിച്ചപ്പോൾ കൊച്ചിലെ കേട്ട ഒരു സാക്ഷ്യം ഞങ്ങൾ ICPFൻ്റെ ക്ലാസ്സിൽ കേട്ടതാണ്. എൻ്റെ സമയം പോയെന്ന് തോന്നുന്നില്ലേ? തീർന്നു. ഓക്കെ, ഞാൻ നിർത്തും. എൻ്റെ ഒരു പ്രശ്നമാണിത് പറഞ്ഞുകൊണ്ടിരിക്കുക. നിർത്തുക, ഒറ്റ മിനിറ്റ്. എന്നാൽ വെരി സോറി. അപ്പോൾ ICPFൻ്റെ ക്യാമ്പിൽ ഐസവി മെസ്സാൻ്റെ വൈഫ് കൊച്ചിലെ പറഞ്ഞൊരു സാക്ഷിയാണ്. ആ ആൻറ്റി രക്ഷിക്കപ്പെടാനുള്ള കാരണം, സെലിനാൻറ്റി രക്ഷിക്കപ്പെട്ടത് മരിച്ചു. ആൻറ്റി ഒരു കുഞ്ഞ് വളരെ സന്തോഷമായിട്ട് അവിടെ ഹോസ്റ്റലുണ്ട്. അപ്പം ഈ ചേച്ചി അന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ഒരു ഇന്ത്യൻ ടിപ്പിക്കൽ മൈൻഡുണ്ട്, വാട്ട് ഈസ് ട്രൂത്ത് എന്നുള്ള ആ ഒരു സീക്കർ ഓഫ് ട്രൂത്ത്. അപ്പോഴാണ് ഒരു കുഞ്ഞ് ചിരിച്ചുകൊണ്ട് നടക്കുന്നത് കാണുന്നത്. അപ്പം ചേച്ചി ചുമ്മാതെ അവരോട് ചോദിച്ചു, യു ആർ ഓൾവേസ് ഹാപ്പി ആൻഡ് വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ആ CSIക്കാരത്ത് പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി പറഞ്ഞു, യേശു ഉള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അവർ ഒറ്റ വാക്കാണ് ആ ചേച്ചിയെ വിശ്വാസത്തിൽ കൊണ്ടത്. കാരണം നമ്മുടെ സന്തോഷങ്ങളല്ലേ ജനത്തെ നമ്മളിലേക്ക് ആകർഷിക്കുക. അപ്പോൾ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള എളിമയായ പ്രാർത്ഥനയോട്, വിനീതമായ പ്രാർത്ഥനയോട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപേക്ഷയോടെ താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.